എങ്കിലും സാമാന്യേന മറ്റുള്ള പട്ടണങ്ങളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ എണ്ണം പട്ടന്മാർ എന്ന് നമ്മൾ വിളിക്കുന്ന തമിഴ് ബ്രാഹ്മണരുടെ വലിയൊരു സംഘം ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി അവരിപ്പോഴും ഉണ്ട്, അവിടെ ഉണ്ടായി. ഇതാണ് അവിടുത്തെ ഈ 1900 ആദ്യ കാലഘട്ടത്തിലെ അവിടുത്തെ പ്രധാനപ്പെട്ട ജനവിന്യാസ രീതിയും തൊഴിൽ സംസ്കാരവും അങ്ങനെയാണ് നിലനിന്നത്. ഇതിൽ നിന്ന് സാധാരണ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്ന ഒരു നിഗമനമുണ്ട്. ഈഴവരും പുലയരും ധീവരരും മുക്കുവന്മാരുമൊക്കെ ദരിദ്രരും അക്ഷരാഭ്യാസമില്ലാത്തവരും ആയിരുന്നെന്നും ബാക്കിയുള്ളവരൊക്കെ പണക്കാരും അവർ അക്ഷരാഭ്യാസമുള്ളവരും ഭരണകൂട പിന്തുണയുള്ളവരുമായിരുന്നു എന്ന ഒരു കേവല നിഗമനത്തിലേക്കാണ് പെട്ടെന്ന് പോവുക. അതൊരു ശരിയായ, ഇതിൻ്റെ വസ്തുതകളെ വെച്ച് പരിശോധിക്കുമ്പോൾ ശരിയായൊരു കാര്യമല്ല. അതിൻ്റെ ഏറ്റവും നല്ല തെളിവ് 1922 തിരുനെൽവേലിയിൽ വെച്ച് ടി.കെ. മാധവൻ മഹാത്മാഗാന്ധിയെ കാണുമ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം ഓൾറെഡി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹ രേഖകൾ എന്ന നിലക്ക് പി.കെ. ഹരികുമാർ എഡിറ്റ് ചെയ്തൊരു പുസ്തകം അവൈലബിളാണ്. അതിനകത്ത് ആ സംഭാഷണം വിവരിക്കുന്നു. അതിനകത്ത് ടി.കെ. മാധവൻ ഗാന്ധിയോട് പറയുന്നൊരു കാര്യം, ഗാന്ധി ഞങ്ങളുടെ സമുദായത്തെ ഒന്നുമില്ലാത്തവരായി ദരിദ്രരും നിരക്ഷരകക്ഷികളുമായി കാണരുത്. ഞങ്ങൾക്കിടയിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വിദേശത്ത് പോയി പഠിച്ചവരും ധനവാന്മാരും ജന്മിമാരും തൊഴിലാളികളും ഒക്കെ അടങ്ങുന്ന ഒരു സമുദായമാണ് എൻ്റേത്. ഞങ്ങളെല്ലാവരും ദരിദ്ര നാരായണന്മാരല്ല എന്ന് ഗാന്ധിയെ തിരുത്തുന്നുണ്ട് ടി.കെ. മാധവൻ. എന്ന് പറഞ്ഞാൽ ഈ വൈക്കത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ഈഴവരെക്കുറിച്ച് അവരെല്ലാം ദരിദ്ര നാരായണന്മാരായിരുന്നു, അവരെല്ലാവരും കൂലിത്തൊഴിലുകാർ മാത്രമായിരുന്നു എന്നതൊരു മിത്താണ്. അത് പ്രചരിപ്പിക്കപ്പെട്ടൊരു നുണയാണ്. മറിച്ച് അതിനകത്ത് ചലനാത്മകമായ ഘടകങ്ങളുണ്ടായിരുന്നു. വിദ്യാഭ്യാസമുള്ള വിഭാഗമുണ്ടായിരുന്നു, ഭൂമിയുള്ള വിഭാഗമുണ്ടായിരുന്നു, അന്നത്തെ കാലത്ത് യൂറോപ്പിൽ പോയി പഠിച്ച ആൾക്കാരുണ്ടായിരുന്നു. ടി.കെ. മാധവൻ ഗാന്ധിയോട് പറയുന്നത്, ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട 10 പെൺകുട്ടികളെ ഞങ്ങൾ വിദേശത്ത് വിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമുദായമായിരുന്നു അന്ന് ഇവരെങ്കിൽ ഈ പുലയ വിഭാഗത്തിലും സമാനമായ ഭൂവുടമസ്ഥരുണ്ടായിരുന്നു വൈക്കത്ത്. എണ്ണത്തിൽ വളരെ കൂടുതലായിരിക്കില്ല, പക്ഷേ ഭൂവുടമസ്ഥരുണ്ടായിരുന്നു. സാധുജന പരിപാലന സംഘം എന്ന തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അയ്യൻകാളിയുടെ പ്രസ്ഥാനം രജിസ്റ്റർ ചെയ്യുന്നതിൽ ഒപ്പിട്ട 7 പേരിൽ ഒരാൾ വൈക്കം താലൂക്കുകാരനാണ്, മധുരവേലിക്കാരനാണ്, കവിക്കാട് ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഇദ്ദേഹം എങ്ങനെ അവിടെ നിന്ന് വന്നത്? വെറും നിരക്ഷരകുക്ഷിയും നേരം വെളുക്കുന്നതിന് മുമ്പ് പാടത്തിറങ്ങി ഇരുട്ടിയിട്ട് കയറിപ്പോരുന്ന ഒരാളാണ്. ഇദ്ദേഹം എങ്ങനെ അറിയും സാധുജന പരിപാലന സംഘത്തെക്കുറിച്ച്? അപ്പം അതൊരു നുണയാണ്. അവർക്കിടയിൽ, അതായത് നമ്മളീ പറയുന്ന പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്കിടയിലും വിദ്യാസമ്പന്നരും അത്യാവശ്യം പൈസയുള്ളവരും ഭൂമി സ്വന്തമായിട്ടുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾക്ക്. എങ്കിലേ നമുക്കിതിൻ്റെ ഈ സോഷ്യൽ മെക്കാനിസം നമുക്ക് പിടികിട്ടത്തുള്ളൂ. എന്തുകൊണ്ട് വൈക്കത്ത് ഒരു സത്യാഗ്രഹ സമരം 603 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സത്യാഗ്രഹ സമരം മുന്നോട്ട് പോയി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ ഇവർ വെറും നിരക്ഷര കുക്ഷികളാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല എന്താണ് സംഭവിച്ചത്. അതുകൊണ്ട് ഇവർക്കിടയിലും പല തരത്തിലും ഗുണത്തിലും പെട്ടവരുണ്ടായിരുന്നു എന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയുന്നൊരു കാര്യം, ദലിത് പിന്നോക്ക മുക്കുവ വിഭാഗങ്ങൾ പരമദരിദ്രരും നിരക്ഷര കുക്ഷികളുമാണ് എന്ന സങ്കല്പം നമ്മൾ മാറ്റിവെക്കണം. പ്രത്യേകിച്ച് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവരത് മാത്രമായിരുന്നില്ല. ബഹുഭൂരിപക്ഷവും വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കാം, പക്ഷെ അത് മാത്രമായിരുന്നില്ല ആ സമുദായം എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതി, വൈക്കം സത്യാഗ്രഹം 1924 ആരംഭിച്ച് 25 അവസാനിക്കും. 24 മുമ്പ് വൈക്കത്തിനൊരു ചരിത്രം. അത് ഈ ദളവാക്കുളത്തിൻ്റെ ഹിസ്റ്ററി സുനിലിവിടെ സൂചിപ്പിക്കുന്നു. ദളവാക്കുളം 1806 നടക്കുന്നൊരു കാര്യമാണ്. എന്നാൽ ഈ 19-ാം നൂറ്റാണ്ട് അവസാന ദശകങ്ങളിൽ
കേരളം കണ്ട അതിപ്രഗത്ഭരായ മനുഷ്യർ വൈക്കം സത്യാഗ്രഹത്തിന് മുമ്പ് വൈക്കത്ത് ക്യാമ്പ് ചെയ്തു. ഒന്ന് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ഞങ്ങളുടെ നാട്ടിൽ കല്ലറയിൽ വന്ന് താമസിച്ച വീടും ആ വീട്ടിൽ ഗുരു താമസിച്ച മുറി ഇപ്പോഴും പവിത്രമെന്ന് കരുതി പൂട്ടിയിട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ വൈക്കം സത്യാഗ്രഹം അവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞല്ല ഗുരു വരുന്നത്. ഗുരു അതിനു മുൻപ് വരികയും സ്വന്തം സമുദായത്തെ സംഘടിപ്പിക്കുകയും അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യും. ടി.കെ. വേലുപ്പിള്ളയുടെ തിരുവിതാംകൂർ മാനുവൽ എന്ന പുസ്തകത്തിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ പടർന്നു പിടിച്ച പുലയലകളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ തലയോലപ്പറമ്പ് എന്നൊരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നു. തലയോലപ്പറമ്പിലും ഒരു കലാപം നടന്നതായി പറഞ്ഞു. തലയോലപ്പറമ്പ് എവിടെയാണെന്ന് നമുക്കറിയാം, വൈക്കത്തിന് തൊട്ടടുത്ത സ്ഥലമാണ്. അവിടെ അയ്യൻകാളി വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഈ തലയോലപ്പറമ്പ് വൈക്കത്തുനിന്ന് 5 കിലോമീറ്റർ ദൂരത്തിൽ. എന്ന് പറഞ്ഞാൽ ഇവർ ഈ വൈക്കം സത്യാഗ്രഹം കോൺഗ്രസ് തുടങ്ങിയപ്പോൾ ഓടി വന്ന നേതാക്കളൊന്നുമല്ല, അതൊരു തെറ്റിദ്ധാരണ. ഇനി വൈക്കത്തെ വാല സേവാ സമിതി രൂപീകരിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ നേരിട്ട് പങ്കെടുത്തിട്ടാണ്. ഇപ്പോഴും ഉണ്ട് വാല സേവാ സമിതിയുടെ യൂണിറ്റ്, ഇപ്പോഴും വൈക്കത്തുണ്ട്. ധീവരസമിതിയുണ്ട്. പണ്ഡിറ്റ് കറുപ്പനോട് വലിയ ആഭിമുഖ്യമുള്ളവർ ഇപ്പോഴും വാല സേവാ സമിതിയായി തന്നെ നിലനിൽക്കുന്നു. ഞാനിത് സൂചിപ്പിക്കുന്നത് കേരളത്തിൽ നടന്ന വ്യത്യസ്ത സമുദായങ്ങളിൽ നടന്ന ചലനക്ഷമമായ പ്രവർത്തനങ്ങൾ അഫക്റ്റ് ചെയ്ത ഒരു സ്ഥലമായിരുന്നു വൈക്കമെന്ന് നമ്മൾ കാണുന്നു. അതല്ലാതെ നമുക്കെല്ലാവർക്കും കൂടെ വഴി നടന്നേക്കാമെന്ന് കോൺഗ്രസ്സുകാർ വന്ന് പറഞ്ഞപ്പം ഇവരെല്ലാവരും കൂടി ചാടി ഇറങ്ങി വഴി നടന്നൊന്നുമല്ല. അങ്ങനല്ല അതിൻ്റെ ചരിത്രം. സമൂഹത്തിൽ സംഭവിക്കുന്ന ചലനക്ഷമതയുടെ ഒരു സ്പെസിമെൻ നമുക്ക് വൈക്കത്ത് കാണാൻ പറ്റും. രണ്ടാമത്തെ ഒരു മിത്താണത്. വൈക്കം എന്ന് പറയുന്നത് എന്തോ ഒരു റിമോട്ടായിട്ടുള്ള കായലിനോട് ചേർന്ന് കിടക്കുന്നൊരു സ്ഥലമാണെന്നും അവർ KP കേശവമേനോനോ അങ്ങനെയാണെന്ന് പറയാം, മേനോന്മാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അവരെ അവകാശബോധമുള്ളവരാക്കി മാറ്റി. അങ്ങനൊന്നുമില്ല. മേനോൻ വരുന്നതിന് മുമ്പ് തന്നെ അവകാശബോധമുള്ളവരാണെന്ന് ചരിത്രത്തിൽ തെളിയിച്ചവരാണ് വൈക്കത്ത് ജീവിക്കുന്ന ദളിത് പിന്നോക്ക വിഭാഗങ്ങളെന്ന് നമ്മൾ കാണണം. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നൊരു കാര്യമാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാക്കന്മാരുടെ ലിസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് പരിശോധിച്ച് നോക്കി. അത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് പിടികിട്ടും ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ നവോത്ഥാന പ്രവർത്തനമെന്നോ ആധുനികവൽക്കരണ പ്രവർത്തനമെന്നോ പരിഷ്കരണ പ്രവർത്തനമെന്നോ ഒക്കെ വിളിക്കുന്ന പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്ത മഹാരഥന്മാരായി കേരളം കണക്കാക്കുന്ന മനുഷ്യരെല്ലാം വൈക്കത്ത് വന്ന് ക്യാമ്പ് ചെയ്യുകയും പോവുകയും ചെയ്തിട്ടുള്ളവരാണ് എന്നൊരു കാര്യം നമ്മൾ കാണും. 1806 ദളവാക്കുളം സമരം അത് കാര്യമായി ഗവേഷണം ചെയ്യപ്പെടാത്ത ഒരു ചരിത്ര സംഭവമാണ്. 200 കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അതായത് വൈക്കം ക്ഷേത്രത്തിൽ കയറുന്നതിന് വേണ്ടി 200ഓളം വരുന്ന ഈഴവ യുവാക്കൾ സംഘടിതമായി എത്തുകയും ദളവയുടെ പട്ടാളം അവരെ വെട്ടിക്കൊന്ന് അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലുള്ള കുളത്തിൽ ചവിട്ടിത്താഴ്ത്തി കൂട്ടിയിട്ടു എന്ന ഒരു സംഭവമാണ്. അത് ദളവാക്കുളം സംഭവമായിട്ട് അറിയപ്പെടും. അതിനെക്കുറിച്ച് കാര്യമായ ഗവേഷണമോ ഓർമ്മകളോ ഇല്ല എന്ന് തന്നെ പറയാം. ഇതിങ്ങനെ തലമുറ കൈമാറി ഇങ്ങനെ സംഭവം നടന്നതായി പറയുന്നു എന്നുള്ളതല്ലാതെ. അപ്പം അന്ന് രാജാവിൻ്റെ ഈ വൈക്കത്ത് രാജാവ് വിളംബരം ചെയ്യുമ്പോൾ ചെണ്ട കൊട്ടിയിരുന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. നമ്മൾ വിചാരിക്കുന്നത് ഈ ജാതിയൊക്കെ ഇങ്ങനെ കർശനമായിട്ട് ഇങ്ങനെയൊന്നും അല്ലെന്ന്, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ആ കുടുംബം ഇപ്പോഴും ഉണ്ട് അവിടെ, ഈ കിഴക്കേന്നര താമസിക്കുന്നുണ്ട്. ചെണ്ട കൊട്ടുകാരുടെ ആ കുടുംബം ഇപ്പോഴും കിഴക്കേന്നര താമസിക്കുന്നുണ്ട്. അവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. നമ്മുടെ ജനാധിപത്യ പ്രസ്ഥാന യോഗത്തിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ് 200 എന്നൊക്കെ പറഞ്ഞ അതിശയോക്തിയാണെന്ന് അവരുടെ അപ്പൂപ്പൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നാണ്. ഇത്രയൊന്നും ആൾ വരില്ലെങ്കിലും അവിടെ ഒരു അടി കലശലുണ്ടാവുകയും കൊലപാതകം നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 കാര്യങ്ങളാണ്. അങ്ങനെ ഇപ്പം
തൃപ്പൂണിത്തറ പോലൊരു ക്ഷേത്രത്തിലേക്ക്, അല്ലെങ്കിൽ വൈക്കം പോലൊരു ക്ഷേത്രത്തിൽ, ഏറ്റുമാനൂർ പോലൊരു ക്ഷേത്രത്തിലേക്ക് ഒരു ജനവിഭാഗത്തിലെ യുവാക്കൾ ഞങ്ങൾക്കവിടെ കയറണമെന്ന് പറഞ്ഞു വരണമെങ്കിൽ തീർച്ചയായും അതിനൊരു ഗ്രൗണ്ടുണ്ട്. അതിലൊന്ന്, ഇതിലെനിക്ക് അവകാശമുണ്ട് എന്നുള്ളൊരു ബോധ്യമാണ്. 1500കളിൽ മാത്രം ഉണ്ടായതാണ് വൈക്കം ക്ഷേത്രം. അവർ പറയുന്നതിന് പ്രകാരം, അവരുടെ മിത്ത് പ്രകാരം പണ്ട് മുതലേ ഉള്ളതാണെന്നൊക്കെ അവർ പറയും. വ്യാഘ്രപാത സ്വാമികൾ വന്നിരുന്ന് വിശ്രമിച്ചപ്പോൾ ഉണ്ടായതാന്നൊക്കെ ബ്രാഹ്മണർ പറഞ്ഞു കിടക്കുന്നത് വലിയ കഥയുള്ള കാര്യമല്ല. അത് ഏതാണ്ടൊരു 400-500 വർഷത്തെ പഴക്കമേ ഈ സാധനത്തിനുള്ളൂ. അപ്പോൾ ഈ വൈക്കം ക്ഷേത്രത്തിന് മുൻപ് തീർച്ചയായും അവിടെ പൂജകൾ ഉണ്ടായിരുന്നിരിക്കാം. വേറെ മതങ്ങൾ, പ്രത്യേകിച്ച് ഈഴവരിലൊരു വലിയ വിഭാഗം ഒരു കാലത്ത് കൊണ്ടു നടന്ന ബുദ്ധമത വിഹാരമായിരുന്നിരിക്കാം ഒരു പക്ഷേ വൈക്കം. ഇതൊന്നും ഗവേഷണം ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ എന്തായാലും ഉറച്ചു വിശ്വസിക്കുന്നൊരു കാര്യം, വെറുതെ നടക്കുന്ന ആരും സംഘടിതമായിട്ട് ആ അമ്പലത്തിലൊന്ന് കയറിയേക്കാന്ന് വിചാരിക്കില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതൊരു അവകാശബോധത്തിൻ്റെ ഭാഗമായിട്ടേ അങ്ങനെ ഒരു പ്രവേശനത്തിന് വേണ്ടി തയ്യാറാവും. രണ്ടാമതൊരു കാര്യം, ചലനാത്മകമായ ഘടകങ്ങളുള്ള ഒരു സമുദായത്തിന് മാത്രമേ ഈ അവകാശവാദം ഉന്നയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞ എല്ലാ നിരക്ഷര കുക്ഷികളാണെങ്കിൽ ഈ കാര്യം നടക്കില്ല. ഇപ്പം സുനിലിവിടെ സൂചിപ്പിച്ചൊരു കാര്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ വണ്ടി തടയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ വണ്ടിയിൽ നടക്കുന്ന ഒരു മഹാഗുരു ഉണ്ടായിരുന്നൊരു സമുദായമാണ് ഈഴവരെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗുരുവിനോടുള്ള വിമർശനവും SNDP ഉള്ള വിമർശനവും വേറൊരു കാര്യമാണ്. പക്ഷെ അന്നുണ്ടായിരുന്നു. ഒരു വക്കീലിനെ, മാധവനെ, വക്കീലിനെ തടയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വക്കീലിനെ തടഞ്ഞു എന്ന് മാത്രമല്ല, ഒരു വക്കീലുണ്ടായിരുന്നു ആ സമുദായത്തിനകത്ത് എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വക്കീലന്മാരും ഡോക്ടർമാരും ഗുരുക്കന്മാരും വിദ്യാഭ്യാസമുള്ളവരും ഒക്കെ ധനവാന്മാരുമൊക്കെ ഉള്ള TK മാധവൻ്റെ തന്നെ ആത്മകഥയിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. സ്വർണ്ണപ്പാതകമിട്ട് ചന്തയിൽ പ്രവേശിച്ചു എന്നാണ്. സ്വർണ്ണപ്പാതകം ഇട്ട് സ്വർണ്ണ നൂലുകൊണ്ട് കെട്ടിയ ചെരുപ്പിട്ട് ചന്ത കയറി എന്ന് പറയുന്ന വലിയ കലാപം നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ അങ്ങനെ കലാപം, കാർത്തികപ്പള്ളി താലൂക്ക് അങ്ങനെ ഒരു കലാപം നടന്നതായി പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചലനാത്മകമായ ഘടകവും ഈ അമ്പലത്തിന് മേൽ ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഒരു തോന്നലും ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പ്രവേശനത്തിന് അവർ മുതിരൂ. ഇത് തികച്ചും അപകടകരമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരെ കൊന്നുകളയുക എന്നൊരു തീരുമാനം അന്നത്തെ ഗവൺമെൻറ് എടുത്തത്. കാരണം തിരുവിതാംകൂർ ഒരു സ്വയം പ്രഖ്യാപിത ഹിന്ദു രാഷ്ട്രമായി. സ്വയം പ്രഖ്യാപിത ഹിന്ദു രാഷ്ട്രമായി. രാജാക്കന്മാരുടെ ജോലി തന്നെ ബ്രാഹ്മണരെ സംരക്ഷിക്കുക, ബ്രാഹ്മണ നിയമങ്ങൾ മനുനീതി സംരക്ഷിക്കുക എന്നതായി. തിരുവിതാംകൂറിൽ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന 48 ഊട്ടുപുരകളിൽ ഏറ്റവും വലിയ ഊട്ടുപുര ഉണ്ടായിരുന്ന വൈക്കത്താണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ പട്ടന്മാരെല്ലാം ഭയങ്കര സാമ്പത്തിക അഭിവൃദ്ധി ഉള്ളവരും അവരൊക്കെ വലിയ മുന്തിയവരും വലിയ വിദ്യാഭ്യാസമുള്ളവരും, അത് വെറുതെ തെറ്റിദ്ധാരണയാണ്. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഫ്രീ ശാപ്പാടൊക്കെ കഴിച്ച് അത്യാവശ്യം ഭാഗവതവും പുരാണവും ഒക്കെ പറഞ്ഞ് ജീവിച്ചവർ എന്നുള്ളതല്ലാതെ ഒരു കാലത്തും ഇവർ സാമ്പത്തിക ഭദ്രതയുള്ളൊരു വർഗമേ ആയിരുന്നില്ല വൈക്കത്ത്. തറപ്പിച്ച് പറയാൻ പറ്റും. ഇപ്പോൾ അവർ ജീവിക്കുന്ന പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെയാണ്. സാമ്പത്തിക ഭദ്രതയുള്ളൊരു വിഭാഗമേ ആയിരുന്നില്ല. ഇപ്പം ഈ പുതിയ പിള്ളേരാരെങ്കിലും, പുതിയ തലമുറയിൽപ്പെട്ടവരാരെങ്കിലും ജോലിയൊക്കെ മേടിച്ച് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയിട്ടുള്ളതല്ലാതെ പണ്ട് അങ്ങനെ ഒരു സങ്കല്പം പോലും. കാരണം ഫുഡ് ഫ്രീ ആണല്ലോ, പിന്നെ പ്രത്യേകിച്ച് സമ്പാദിക്കേണ്ട ആവശ്യമില്ല. പൂണൂലുണ്ടെങ്കിൽ ഫുഡ് കിട്ടും, പിന്നെ കാര്യങ്ങൾ കുശാലാകുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ടൊരു സംഗതി, ഇവർ സാമ്പത്തിക ഭദ്രത, സവർണരെല്ലാം സാമ്പത്തിക ഭദ്രത ഉള്ളവരാണ് എന്നത് പോലൊരു മിത്താണ് ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ 1806 ഈ ദളവാക്കുളം സമരം ഈ സമുദായത്തിൻ്റെ തന്നെ സ്ഥിതിയെ ഒരർത്ഥത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ഇതിൻ്റെ മേലൊരു അവകാശബോധം അവർക്ക് തോന്നുന്നു. മറ്റൊന്ന്, ഇത് ചലനാത്മകമായൊരു സമൂഹമായിരുന്നു എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം അടുത്ത കാലത്ത് കേട്ട പുതിയൊരു കഥ, അതിനു മുൻപ് ദളവാക്കുളത്തിന് മുൻപ് തന്നെ ആ കുളത്തിലിറങ്ങി കുളിച്ചതിന് കുറച്ച് പുലയുവാക്കളെ കൊന്നൊരു ചരിത്രം പറഞ്ഞു. ഇതിനൊന്നും ആധികാരികമായ രേഖകളില്ല.
അപ്പോൾ ഇതും ഈ ദളവാക്കുളം സംഭവം എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിനും ഗവേഷണപരമായി ഇനിയും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല, തെളിവുകൾ ഒന്നും തന്നെ അവശേഷിച്ചിട്ടില്ല എന്ന് പറയാം. ആ നിലക്കാണത് നിൽക്കുന്നത്. ഞാൻ ആമുഖമായി പറഞ്ഞൊരു കാര്യം, നമ്മളവിടെ വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു, അവരെല്ലാം വഴി നടക്കാൻ തയ്യാറായി. അപ്പോൾ കോൺഗ്രസ് വന്ന് നേതൃത്വം കൊടുത്തു, വഴി നടന്നു എന്ന് ലളിതമായി വ്യാഖ്യാനിക്കാവുന്നൊരു ചരിത്ര സംഭവമല്ല വൈക്കത്ത് നടന്നത്. മറിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നിട്ടുള്ള നിരവധിയായ നവോത്ഥാനം എന്ന് വിളിക്കുകയോ പരിഷ്കരണം എന്ന് വിളിക്കുകയോ ആധുനികവൽക്കരണം എന്ന് വിളിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയുടെ ഒരു സ്പെസിമെൻ നമുക്ക് വൈക്കത്ത് കാണാൻ. 1850 മുതലെങ്കിലും നടക്കുന്നുണ്ട്. ഈ പബ്ലിക് റോഡുകളിൽ കൂടി നടക്കുക എന്നത് വൈക്കത്തെ ഒരു അത്ഭുതമായിരുന്നില്ല. 1850 മുതൽ തന്നെ ഇതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുന്നു. മഹാത്മാ അയ്യൻകാളി 1893 വില്ലുവണ്ടി യാത്ര നടത്തുന്നുണ്ട്. അതിനു മുൻപും ഈ പബ്ലിക് സ്പേസിൽ ഞങ്ങൾക്കൂടി പ്രവേശനം വേണമെന്നും പറയുന്ന പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. മിഷണറിമാരുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടക്കുന്നു, മിശ്രഭോജനം നടക്കുന്നുണ്ട്. മഹാത്മാ അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ വില്ലുവണ്ടി യാത്ര നടത്തുന്നുണ്ട്. അങ്ങനെ നിരവധി പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് വൈക്കത്ത് തിരുവിതാംകൂറിനെ സംബന്ധിച്ച് പുതുമയുള്ള ഒരു അജണ്ട ആയിരുന്നില്ല വഴി നടക്കുക എന്ന്. ഒരു പുതുമയുണ്ടായിരുന്നില്ല. 1884 തിരുവിതാംകൂർ രാജാവിൻ്റെ ഒരു ഡിക്ലറേഷൻ. ആ ഡിക്ലറേഷൻ പ്രകാരം തിരുവിതാംകൂർ 2 തരത്തിലുള്ള പാതകളുണ്ട്. അതിലൊന്ന് രാജവീതിയും മറ്റൊന്ന് സ്വകാര്യ വഴികളുമാണ്. ഈ സ്വകാര്യ വഴികൾ അതിൻ്റെ ഉടമസ്ഥന് മാത്രം ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ പൊതുവഴികൾ, രാജവീഥികൾ നാനാജാതി മതസ്ഥർക്കും നിരുപാധികം ഉപയോഗിക്കാൻ അവകാശമുണ്ട് എന്ന് ഒരു നിയമം, ഒരു തിട്ടൂരം 1884 തിരുവിതാംകൂർ മഹാരാജാവ് പുറപ്പെടുവിക്കുന്നു. അതും കഴിഞ്ഞ് 40ാമത്തെ വർഷമാണ് നമ്മൾ വൈക്കം സത്യാഗ്രഹം കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനും ഒരു 8-9 വർഷത്തിന് ശേഷമാണ് അയ്യൻകാളി ഈ ഓർഡർ നടപ്പിലാക്കണമെന്നാണ്. ഈ ഓർഡർ അയ്യൻകാളി ഓർഡർ കൈ പിടിച്ച് അനുയായികളായിട്ട് പൊതുസ്ഥലത്ത് പ്രവേശിക്കും. അവിടുത്തെ സവർണ ഗുണ്ടകൾ, അത് വൈക്കം സത്യാഗ്രഹത്തിലുണ്ട്, സവർണ ഗുണ്ടകളുടെ സാന്നിധ്യം. ഗുണ്ടകൾ എന്നൊക്കെ പറയാൻ നമ്മളിപ്പോൾ കാണുന്നവരായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട കേട്ടോ. ഇച്ചിരി കള്ള കുടിച്ചിട്ട് അവിടെ വന്നിങ്ങനെ നിൽക്കുന്നവർ എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അപ്പോൾ സവർണ ഗുണ്ടകൾ ഇവരെ തല്ലി ഓടി. അപ്പോൾ അതിനും 40ാമത്തെ വർഷമാണ് ഈ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. അതുകൊണ്ട് പൊതുവഴിയിലൂടെ നടക്കുക എന്നത് വൈക്കത്ത് 1924 മുദ്രാവാക്യം ഉയർത്തുമ്പോൾ അതിന് യഥാർത്ഥത്തിൽ ഒരു പുതുമയും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ കാണും. അതൊരു പുതിയ കണ്ടുപിടുത്തമായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും ഒരു ആമുഖമായി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ വൈക്കത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചൊരു വിശദീകരണത്തിലേക്ക് പോകുവാൻ കഴിയും. അതിൽ മുഖ്യമായും ഞാൻ ആശ്രയിച്ചിട്ടുള്ളത് ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ രേഖകളും അന്നത്തെ പത്രവാർത്തകൾ ളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയും പോലീസ് റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയും ആർക്കൈവിൽ സൂക്ഷിച്ചിരിക്കുന്ന രേഖകളെ അടിസ്ഥാനപ്പെടുത്തിയും പുറത്തു വന്ന 33ഓളം കൃതികളുണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് മലയാളത്തിൽ തന്നെ നിരവധി പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറെക്കുറെ ആധികാരികമെന്ന് വിശേഷിപ്പിക്കുക, രേഖകളുടെ സമാഹാരം എന്ന നിലയിൽ ആധികാരികമായി എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഒരു തമിഴ് എഴുത്തുകാരൻ ചെയ്ത വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ളൊരു പുസ്തകവും PK ഹരികുമാർ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയ രേഖകളുടെ സമാഹാരം. പിന്നെ EV രാമസ്വാമി നായ്ക്കരുടെ കളക്ടഡ് വർക്ക്സ്, അതിനകത്ത് വൈക്കം സത്യാഗ്രഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെ കാര്യങ്ങൾ പറയുന്നു. ഇങ്ങനെ കുറച്ച് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളുമായി ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനാകും. അതിലേറ്റവും 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന ചരിത്ര സംഭവം ആരംഭിക്കുന്നത്. അതിനു മുമ്പ് മാർച്ച് 13 തന്നെ KP കേശവ മേനോൻ
ഒരു കത്ത് മഹാത്മാഗാന്ധിക്ക് അയക്കുന്നു. ആ കത്തിൽ പറയുന്നത് മാർച്ച് 29 ഘോഷയാത്ര നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് വൈക്കത്ത്. ആ ഘോഷയാത്രയിൽ വഴി വിലക്കപ്പെട്ടിട്ടുള്ള ഈഴവരും പുലയരും അടക്കം പങ്കെടുക്കുന്ന വലിയൊരു ഘോഷയാത്രയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം അതിന് അങ്ങയുടെ അനുഗ്രഹവും പിന്തുണയും വേണമെന്നാവശ്യപ്പെടുന്ന ഒരു കത്താണ് 13-ാം തീയതി അയക്കുന്നത്. ഗാന്ധി അതിന് മറുപടി അയക്കുന്നു. ഗാന്ധി ഈ അക്കാര്യത്തിൽ ഒട്ടും കൺസേൺഡ് അല്ലാത്ത വിധമാണ് മറുപടി അയക്കുന്നത്. ഈ പറയുന്ന വഴി നടന്നു കഴിഞ്ഞാൽ, വഴി നടക്കുന്നതിന് പ്രശ്നമില്ല, വഴി നടന്നു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ആ ജാഥയിൽ പങ്കെടുക്കുന്ന ആരും പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇങ്ങനെ പല ഉറപ്പുകളാണ് ഗാന്ധി ചോദിക്കുന്നത്. അതിൻ്റെ ആ ചർച്ചയുടെ ഒടുവിലാണ് നമ്മൾ കൂട്ടത്തോടെ ഘോഷയാത്ര നടത്താൻ ഉദ്ദേശിക്കുന്ന ഘോഷയാത്ര മാറ്റിവെക്കുകയും അത് സത്യാഗ്രഹ സമരമാക്കി മാറ്റുവാൻ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കുന്നു. അപ്പോൾ സത്യാഗ്രഹത്തിൻ്റെ ഒരു കാര്യം നമുക്കറിയാം. സത്യാഗ്രഹം കൂട്ടത്തോടെയല്ല നടത്തുന്നത്. 3 പേരാണ് മാക്സിമം അതിൽ പങ്കെടുക്കാൻ പറ്റും. ഇവിടെ അഹിംസ എന്ന് പറയുന്ന തത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ആത്മനവീകരണത്തിൻ്റെ, എൻ്റെ മാത്രമല്ല, സത്യാഗ്രഹിയായ എൻ്റെ മാത്രമല്ല, എൻ്റെ ശത്രുവിൻ്റെ കൂടി ആത്മനവീകരണത്തെ ലക്ഷ്യമാക്കുന്ന ഒരു സമര രൂപമെന്ന നിലക്കാണ് സത്യാഗ്രഹത്തെ ഗാന്ധി മനസ്സിലാക്കുന്നതും പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെ സത്യാഗ്രഹ സമരം അവിടെ ആരംഭിക്കുന്നു. ഈ 24-ന് വേറൊരു പ്രത്യേകത, 99 വെള്ളപ്പൊക്കത്തിൻ്റെ കാലഘട്ടം കൂടിയാണെന്ന് ഓർക്കണം കേട്ടോ. വെള്ളത്തിലൊക്കെ കഴുത്തറ്റമൊക്കെ മുങ്ങിയാണ് ഈ സത്യാഗ്രഹികൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ സത്യാഗ്രഹ സമരം ആരംഭിക്കുന്നു. ഗാന്ധിയുമായി നിരവധി കത്തിടപാടുകൾ. അതിനു മുൻപായി 2 പ്രാവശ്യം ടി.കെ. മാധവൻ ഗാന്ധിയെ കാണുന്നു. ഒന്ന് തിരുനെൽവേലിയിൽ വെച്ചാണ്. കേരളത്തിലെ തൊട്ടുകൂടായ്മയെ സംബന്ധിച്ച് ദീർഘമായൊരു സംഭാഷണത്തിൽ ഏർപ്പെടുകയും നിങ്ങൾ സധൈര്യം മുന്നോട്ട് പോവുക എന്ന് ഗാന്ധി പറയുകയും ചെയ്യുന്നു. അതിനുശേഷം കാക്കിനാട കോൺഗ്രസ്സിൽ അദ്ദേഹം പങ്കെടുക്കുകയും അവിടെ ഐത്തോച്ചാടന പ്രമേയം കൊണ്ടുവരികയും ഗാന്ധിയുടെ അഖിലേന്ത്യാ AICCയുടെ അഖിലേന്ത്യാ പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഐത്തോച്ചാടനത്തെ മാറ്റുകയും ചെയ്യുന്നു. ഇങ്ങനെ കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈക്കം സത്യാഗ്രഹം യഥാർത്ഥത്തിൽ തുടങ്ങി വെക്കുന്നത്. സത്യാഗ്രഹ സമരം എന്ന നിലക്കത് തുടങ്ങുമ്പോൾ വൈക്കത്തെ പൊതുവീഥികളിലൂടെ നടക്കുവാൻ നമുക്കും അവകാശമുണ്ട് എന്നുള്ളതായിരുന്നു സമരത്തിൻ്റെ മുദ്രാവാക്യം. അമ്പലം അതിനകത്ത് പരിഗണിക്കപ്പെട്ടിരുന്നില്ല. ഇത് മാർച്ച് 30-ന് ആരംഭിച്ച് ഏപ്രിൽ 7-ന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന KP കേശവമേനോനും ടി.കെ. മാധവനും കോട്ടയം മുൻസിഫ് കോർട്ടിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നൊരു കാര്യം, വൈക്കം ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിന് വെളിയിലുള്ള റോഡ് അമ്പലത്തിൻ്റേതോ ദേവസ്വം ബോർഡിൻ്റേതോ അല്ല, അത് വൈക്കം മുനിസിപ്പാലിറ്റിയുടേതാണ്. അതുകൊണ്ട് പൊതുജന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന റോട്ടിലൂടെ നടക്കാൻ പൗരൻ എന്ന നിലക്ക് എനിക്ക് അവകാശമുള്ളത് കൊണ്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. അങ്ങനെ ആ സമരത്തിൻ്റെ ത്രസ്റ്റ് വളരെ വ്യക്തമാണ്. അത് ഒരു പൗരാവകാശത്തെ, പബ്ലിക് റോഡിലൂടെ നടക്കുവാനുള്ള ഒരു പൗരാവകാശത്തെ സ്ഥാപിക്കുക എന്നതാണ്. ഈ സമരത്തിൻ്റെ കോൺട്രഡിക്ഷൻ കിടക്കുന്നത്, സമരം ചെയ്യുന്നത്, സമരത്തിൻ്റെ ആവശ്യം പൗരാവകാശമായിരുന്നെങ്കിലും സമരം ചെയ്യുന്നവർ പൗരന്മാരായിരുന്നില്ല, അവർ പ്രജകളായിരുന്നു എന്നതാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യം കിടക്കുന്നത്. അവർ പ്രജകളായിരുന്നു. തിരുവിതാംകൂർ മഹാരാജാവ് ഭരിക്കുന്ന സ്ഥലമാണ്, അവിടെ പൗരത്വം ഇല്ല. പൗരത്വം എന്നൊരു സങ്കല്പമേ ഇല്ല, അവിടെ പ്രജകളാണ്. അപ്പോൾ ഈ പ്രജകളാണെന്ന് ഞാനിത് വെറുതെ പറയുന്നതല്ല. ഈ സമരം അവിടെ ശക്തിപ്പെട്ടു, തുടങ്ങി വെച്ചു. 4 ദിവസം കഴിഞ്ഞപ്പം സേതു ലക്ഷ്മിബായി, അന്നത്തെ റാണിയാണ്, റാണി പറഞ്ഞു ഞാൻ വൈക്കം ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നുള്ളൂ. 4 ദിവസത്തേക്ക് സമരത്തെ സസ്പെൻഡ് ചെയ്തത്.
സമരസമിതിക്കാർ, സേതു ലക്ഷ്മിബായി അല്ല, സമരസമിതിക്കാർ തന്നെ 4 ദിവസം സമരം വേണ്ടെന്ന് വെക്കുകയും ലക്ഷ്മിബായി വന്നു പോയതിന് ശേഷമാണ് പിന്നെ സമരം ആരംഭിച്ചത്. പൗരന്മാരാണെങ്കിലോ അധികാരി വരുമ്പോൾ നമ്മൾ കൂടുതൽ സംഘടിതരാണെന്നെങ്കിലും കാണിക്കുവാൻ കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് വരും. നമ്മൾ പ്രജകളായതുകൊണ്ട് വിനീത വിധേയരായി പിന്നോട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറയുന്നത് പൗരാവകാശമാണെങ്കിലും ചെയ്യുന്നവർ പ്രജകളാണ് എന്നുള്ള ഒരു വലിയ വൈരുദ്ധ്യം ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹത്തിൽ ഉണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ വൈക്കം സത്യാഗ്രഹത്തെ സംബന്ധിച്ചിട്ടുള്ള ഈ 24 തുടങ്ങി 25 അവസാനിച്ച വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള എഴുത്തുകളിൽ 2 തരത്തിലുള്ള സ്ഥൂലമായ അപ്രോച്ചുണ്ട്. ഒന്ന്, ഇത് ദളിതരെ വഞ്ചിച്ച ഒരു സമരമാണ്. പിന്നോക്കക്കാരെയും ദളിതരെ, പ്രത്യേകിച്ച് ദളിതരെ വഞ്ചിച്ചൊരു സമരമാണ്. ഒരു യുക്തിവാദി എഴുതിയ പുസ്തകത്തിൻ്റെ പേര് തന്നെ വൈക്കം സത്യാഗ്രഹം ഒരു വഞ്ചനയുടെ കഥ എന്നാണ്. അപ്പം ഇങ്ങനെ ഇത്തരം അപ്രോച്ചുകൾക്ക്, ഇത്തരം സമീപനങ്ങളുടെ ഒരു പ്രശ്നം, അത് ഒരു സംവാദാത്മകതയെയും അംഗീകരിക്കുന്നില്ല. സംവാദാത്മകത സാധ്യമല്ല. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചൊരു ചർച്ച അസാധ്യമാക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. തീർച്ചയായും വഞ്ചനയൊക്കെ അതിനകത്ത് കുതിൽകാട്ടും വഞ്ചനയും കൗശലവും കള്ളത്തരവും ഒക്കെ വൈക്കം സത്യാഗ്രഹത്തിൽ മറ്റേത് സമരത്തിൽ എന്നപോലെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിലൊന്നും നമ്മൾ തർക്കിക്കേണ്ടതില്ല. പക്ഷേ അത് മാത്രമാണ് വൈക്കം സത്യാഗ്രഹം എന്ന വാദം ഫലത്തിൽ നമുക്കൊരു സംവാദത്തിലേർപ്പെടാൻ നമ്മളെ അപ്രാപ്തരാക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. മറ്റൊരു അപ്രോച്ച് എന്ന് പറയുന്നത്, വൈക്കത്ത് 100 വർഷം മുമ്പ് ഒരു വലിയ വിപ്ലവം നടന്നു. ആ വിപ്ലവത്തിൽ കേരളം മൊത്തം അടിമുടി മാറിപ്പോയത്. നമ്മൾ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. കേരളം നേടിയ എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ വൈക്കം സത്യാഗ്രഹമാണ് ഉള്ളത് എന്ന നിലക്കുള്ള ഒരു പ്രചാരണം. അത് നമ്മുടെ മുഖ്യമന്ത്രി മുതൽ പ്രതിപക്ഷ നേതാവ് വരെ പങ്കെടുക്കുന്ന ചർച്ചയാണത്. ഇത് രണ്ടും ഏകപക്ഷീയമായ അപ്രോച്ചുകളാണ്. അങ്ങനെ ഇവർ പറയുന്ന പോലെ വലിയ വിപ്ലവം നടന്നു എന്ന് പറയുന്ന 24-25 കാലഘട്ടത്തിലെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ അവിടെ നടന്നത് എന്താണെന്നുള്ളൊരു കാര്യം നമുക്ക് പിടിക്കും. ദീർഘമായി പറയുന്നില്ല, പോയിന്റുകളായി മാത്രം ഈ ആമുഖം ഇത്രയും വിശദമായി പറയാം. നമ്മളൊരു വിഷയത്തെ സമീപിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു ജാഗ്രത, കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിലെ ജനസമുദായത്തെ സംബന്ധിച്ച മിത്തുകൾ, കേരളത്തിലെ ദളിതർ എല്ലാ കാലത്തും ഒരു പൈസ പോലും ഇല്ലാത്തവരും കൃഷിഭൂമി ഇല്ലാത്തവരും ഒരു തരത്തിലും ഭൂമിയില്ലാത്തവരാണെന്നുള്ളതൊക്കെ വെറും കെട്ടുകഥയാണ്. പി ശിവാനന്ദൻ നടത്തിയൊരു പഠനത്തിൽ 1871 സെൻസസ് പ്രകാരം കേരളത്തിലെ കൃഷിക്കാരിൽ 4.7% ദളിതരാണെന്നാണ് പറയുന്നത്. അന്ന് നായന്മാർ 10% ഇല്ല കൃഷിക്കാർ. അപ്പോൾ ഇതൊക്കെ വെറുതെ മിത്ത പറഞ്ഞു പരത്തിയതാ. നിങ്ങൾക്കൊന്നുമില്ല, ആരുമില്ല, നിങ്ങൾക്ക് ചരിത്രവും ഇല്ല, സംസ്കാരവും ഇല്ല, ദൈവവും ഇല്ല, ഭൂമിയില്ല, വിദ്യാഭ്യാസവും ഇല്ല, വെളിവുമില്ല, വെള്ളിയാഴ്ചയില്ലെന്ന് ഈ കഴിഞ്ഞൊരു 100 വർഷം കൊണ്ട് പറഞ്ഞു പരത്തിയിരുന്ന ഉണയാണ്. നമ്മളത് അംഗീകരിക്കേണ്ടതില്ല. അങ്ങനല്ല ചരിത്രം. അതാണ് ഞാൻ ആമുഖത്തിൽ ഈഴവ സമുദായത്തിൻ്റെ സവിശേഷതകൾ, ഈ പുലയ സമുദായത്തിൻ്റെ ആ പ്രദേശത്തുള്ളവരുടെ സവിശേഷതകൾ എന്നത് ചൂണ്ടിക്കാണും. ഇത് നേരിട്ട് ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഈ കത്തിടപാടുകളിലൂടെ സമരം മുന്നോട്ട് പോകുന്നു. സമരത്തിൽ 3 പേര് ചെല്ലും. 3 ജാതിയിൽപ്പെട്ടവരാണ് ചെല്ലുന്നത്. ഒരു ഈഴവൻ, ഒരു നായർ, ഒരു പുലയൻ, 3 പേര്. 9 ദലിത് പ്രതിനിധികളുടെ പേര് ഓൾറെഡി പുറത്തു വന്നിട്ടുണ്ട്. 9 പേരുടെ. നമ്മൾ ഈ ആമചാടിത്തേവൻ എന്നൊരു പേര്, പിന്നെ ഒരു കുഞ്ഞാപ്പിയുടെ പേരും ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കുന്നതല്ലാതെ ബാക്കി 7 പേരുടെ പേര് നമുക്ക് അറിയത്തില്ല. 9 പേരുടെ പേര് പുറത്തു വന്നിട്ടുണ്ട് ഈ സമരത്തിൽ പല സമയത്തായി പങ്കെടുത്തത്. അപ്പോൾ ഇവർ 3 പേരും കൂടി ഇങ്ങനെ തീണ്ടൽ പലകയുടെ അവിടെ വരുമ്പോൾ പോലീസ് തടയും. ഓരോരുത്തരുടെ ജാതി ചോദിക്കും. നായരോട് പറയും നീ നടന്നു എന്ന് പറയും. ബാക്കി 2 പേരോട് നടക്കരുത് എന്ന് പറയും. അപ്പോൾ നായർ പറയും ഇവരെ കൂടി നടത്തിയാലേ ഞാൻ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹവും ഇവരും കൂടി അവിടെ സത്യാഗ്രഹം ഇരിക്കും. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിയുമ്പോൾ പിറ്റേ ദിവസവും വീണ്ടും ഇത് ആവർത്തിക്കും. അങ്ങനെയാണ് ഈ സമരം നടക്കുന്നത്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പോലീസ് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അറസ്റ്റ് ചെയ്യേണ്ടതങ്ങ് തീരുമാനം.
അറസ്റ്റ് ചെയ്യാതെ വന്നവിടെ സമരം വലിയ പ്രതിസന്ധി നേരം. അറസ്റ്റ് ചെയ്യുവാണെങ്കിൽ പിന്നെ പോലീസ് കൊണ്ടുപോയിക്കോളൂല്ലോ, പിന്നെ ജയിലായി ജാമ്യമായി 1 മാസം അങ്ങനെ പോയി കിട്ടും. അറസ്റ്റ് ചെയ്യേണ്ടെന്നൊക്കെ തീരുമാനിക്കുക, ഈ വന്നവർ നിൽപ്പി നിൽക്കുക, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വലിയ പ്രതിസന്ധിയാകുക. ഉടനെ ഗാന്ധിയാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു തലതൊട്ടപ്പൻ എന്ന് പറയുന്നത്. ഈ ഗാന്ധി മിത്തുകളിൽ ജീവിക്കുന്ന ഒരാളാണ്, അതല്ലാതെ നമ്മൾ യാഥാർത്ഥ്യത്തിലല്ല ഗാന്ധിയുടെ ഇമേജ് കിടക്കുന്നത്, അത് മിത്തിലാണ് കിടക്കുന്നത്. ഈ ഗോരഖ്പൂർ ജില്ലയെക്കുറിച്ചുള്ള കാർഷിക പഠനത്തിൽ ഒരു കഥ പറയുന്നു. ഗോരഖ്പൂർ ജില്ല നമുക്കറിയാം, നമ്മുടെ UP മുഖ്യമന്ത്രിയുടെ സ്ഥലമാണെന്ന് തോന്നുന്നു. ഏറ്റവും പിന്നോക്കമായ സ്ഥലങ്ങളിലൊന്നാണ് ഈ ഗോരഖ്പൂർ. അവിടെ ഗാന്ധി തീരെ ശരിയല്ല എന്ന് ഏതോ ഒരു കർഷകൻ പറഞ്ഞത്ര. പിറ്റേ ആഴ്ച എങ്ങനെയോ അവൻ്റെ പശു കിണറ്റിൽ പോയി ചത്തുപോയി. അപ്പോഴാണ് ഗോരഖ്പൂരുകാർ മുഴുവൻ പറയും അവൻ ഗാന്ധിയെ തെറി വിളിച്ചുകൊണ്ടാണ് പശു ചത്തെന്നാറും. എല്ലാവരും അത് വിശ്വസിക്കുകയാണെന്ന്. അപ്പോൾ ഗാന്ധി ഇങ്ങനെ മിത്തിനകത്താണ് ഗാന്ധിയുടെ ഒരു ഇമേജ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഗാന്ധി 2ാം ക്ലാസ് ട്രെയിൻ കയറി ഇന്ത്യ മുഴുവൻ കണ്ടു. നമ്മൾ വിചാരിക്കുന്നത് നമ്മളും വേണേൽ 2ാം ക്ലാസ് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ഇന്ത്യ മുഴുവൻ കാണാം. അങ്ങനെ കൃത്യമായ PR വർക്കാണ് ആ സംഭവം. ഗാന്ധി കയറുന്നു, ഗാന്ധിയുടെ ഡ്രസ്സ് മാറുന്നു, ഒറ്റമുണ്ടിലേക്ക് വേഷം മാറുന്നു. അങ്ങനെ ഇത് വളരെ കൃത്യമായി ആസൂത്രിതമായി കോൺഗ്രസ് നടത്തി ഏറ്റവും ജനപ്രിയ നേതാവാക്കി ഗാന്ധിയെ മാറ്റിയെടുക്കുന്ന വലിയൊരു കാര്യമാണ്. അപ്പോൾ ഗാന്ധിയുടെ ഇമേജിനകത്ത് ബാക്കിയുള്ളവരൊക്കെ നിഷ്പ്രഭരാണെന്നാണ് ഞാൻ പറഞ്ഞത്. വൈക്കത്ത് നടന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഗാന്ധിയുടെ വലിയ ഇമേജിനകത്ത് KP കേശവമേനോൻ, EV രാമസ്വാമി നായ്ക്കർ പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഉണ്ട്. അദ്ദേഹം പറയാൻ നടക്കും. അപ്പം അറസ്റ്റ് ചെയ്യാതായപ്പോൾ പിന്നെ സത്യാഗ്രഹികൾ കൂടിയാലോചിച്ചു, എന്നാൽ നമുക്ക് നിരാഹാരം പ്രഖ്യാപിച്ചേക്കാം. നിരാഹാരം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച് ഗാന്ധിയോട് അഭിപ്രായം ചോദിച്ചു. ഗാന്ധി പറഞ്ഞു, ഒരു കാരണവശാൽ നിങ്ങൾ നിരാഹാരം കിടക്കരുത്. അതിന് ന്യായം ഗാന്ധി പറയുന്നത്, നമ്മളോട് ഏതെങ്കിലും തരത്തിൽ സ്നേഹമുള്ളവരുടെക്കെതിരെ മാത്രമേ നമ്മൾ നിരാഹാരം അനുഷ്ഠിക്കാവൂ. സ്നേഹമില്ലാത്തവർക്കെതിരെ നിരാഹാരം അനുഷ്ഠിച്ചിട്ട് കാര്യമില്ല. ഞാൻ ജനറൽ ഡയറിനെതിരെ നിരാഹാരം അനുഷ്ഠിക്കില്ല. ജനറൽ ഡയർ ആരാന്ന് നിങ്ങൾക്കറിയാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് പട്ടാള മേധാവി. ഞാൻ അയാൾക്കെതിരെ നിരാഹാരം കിടക്കില്ല. എന്തുകൊണ്ട്? അയാളുടെ മനസ്സ് മാറാൻ പോകുന്നില്ല. അതാണ് ഗാന്ധി പറയുന്ന കാര്യം. അതുകൊണ്ട് നിങ്ങൾ വെറുതെ നിരാഹാരം കിടക്കരുത്. അപ്പം നമുക്ക് 2 നിഗമനത്തിലെത്താം. ഈ പട്ടന്മാരുടെ മനസ്സ് മാറിയല്ല എന്ന് ഗാന്ധിക്കൊരു അഭിപ്രായം ഉണ്ടെന്ന് നിഗമനത്തിലെത്താം. അതുകൊണ്ട് നിരാഹാരം കിടക്കുക, അപ്പൻ്റെ കള്ളുകൂടി നിർത്താൻ വേണ്ടി മകന് നിരാഹാരം കിടക്കാം. ഇങ്ങനെ വിചിത്രമായ കാര്യങ്ങളാണ് ഗാന്ധി പറയുന്നത്. ഒരു സമരം അവിടെ നടക്കുന്നു, 100 മനുഷ്യർ സന്നദ്ധരായി അവിടെ വന്നു നിൽക്കുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല, അവർ നിരാഹാര സത്യാഗ്രഹം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഏറ്റവും അഹിംസാത്മകമായി നിങ്ങൾ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നതിന് പകരം സത്യാഗ്രഹ സമരം, നിരാഹാര സത്യാഗ്രഹം വേണ്ട എന്ന് ഗാന്ധി പ്രഖ്യാപിക്കുന്നു. പക്ഷേ വെറും നിരാഹാര സത്യാഗ്രഹം അവർ അവസാനിപ്പിക്കുന്നു, സമരം വീണ്ടും മുന്നോട്ട്. കൂടുതൽ സമരം ശക്തിപ്പെടുന്ന ഘട്ടം വരുമ്പോഴാണ് ഗാന്ധിയെ യഥാർത്ഥത്തിൽ വൈക്കത്തേക്ക് ക്ഷണിച്ചു വരുന്നത്. ഗാന്ധി വൈക്കത്ത് വന്നിട്ട് 2-3 കാര്യങ്ങൾ. അപ്പോൾ ഈ സമയത്ത് ഈ സമരത്തിൻ്റെ പൗരാവകാശ സംഗതി നാനാജാതി മതസ്ഥരെയും ഈ സമരത്തിലേക്ക് ആകർഷിക്കും. ഇപ്പം ജോർജ് ജോസഫിൻ്റെ കാര്യം ജോർജ് ജോസഫ് ആരാന്നറിയാമോ? ഗാന്ധി ഇറക്കിയ യങ് ഇന്ത്യ എന്ന് പറയുന്ന മാസികയുടെ എഡിറ്ററായിരുന്നു, ചില്ലറക്കാരനല്ല, അതിൻ്റെ എഡിറ്ററായിരുന്നു അദ്ദേഹം. അങ്ങനെ ജോർജ് ജോസഫും അദ്ദേഹത്തിൻ്റെ ഭാര്യയും, അവർ നേഴ്സായിരുന്നു, ഭാര്യയും നജീബ്, അബ്ദുൾ റഹ്മാൻ തുടങ്ങിയ മുസ്ലിം നാമധാരികൾ, കേരളത്തിന് വെളിയിലുള്ള EVR അടക്കമുള്ള നിരവധി നേതാക്കൾ, പഞ്ചാബിൽ നിന്നും അകാലികൾ, ഇവരെല്ലാവരും കൂടി വന്ന് നാനാജാതി മതസ്ഥർ പങ്കെടുത്ത് കേരളത്തിലെ മനുഷ്യരുടെ പൗരാവകാശം സ്ഥാപിക്കാനുള്ള വലിയൊരു പ്രക്ഷോഭമായി മാറുന്ന ഒരു ഘട്ടത്തിലാണ് ഗാന്ധി പ്രത്യക്ഷപ്പെട്ടത്. ഗാന്ധി പറഞ്ഞൊരു കാര്യം, ധാർമ്മികമായൊരു കാര്യമാണ് ഗാന്ധി പറഞ്ഞു. അതായത് ഈ അയിത്തം എന്നത് ഹിന്ദു മതത്തിലെ ഒരു പുഴുക്കുത്താണ്.
അതുകൊണ്ട് അതിൽ മാറ്റുക എന്നതും അതിൽ പശ്ചാത്തപിക്കുക എന്നതും ഹിന്ദു ചെയ്യേണ്ട കാര്യമാണ്. അന്യമതസ്ഥർക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് അവരെല്ലാം സ്ഥലം വിട്ടു. അങ്ങനെ ജോർജ് ജോസഫിനെ വിലക്കുന്നു. ജയിലിൽ പോയ ആളാണ്, സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിലിൽ കിടന്ന ആളാണ്. വിലക്കുന്നു. അകാലിദളിനോട് കടപൂട്ടി തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. അവർ പോകുന്നു. മുസ്ലിങ്ങൾ പുറത്തുനിന്ന് ചില സാമ്പത്തിക സഹായം മാത്രം ചെയ്താൽ ഒരു കാരണവശാലും വൈക്കത്ത് കണ്ടുപോകരുതെന്ന് പറയുന്നു. അങ്ങനെ ബാക്കി എല്ലാവരും വിട്ടുപോകുന്നു. ഹിന്ദുക്കൾ മാത്രം അവശേഷിക്കും. ഗാന്ധി നേരിട്ട് ഇണ്ടംതുരുത്തി മനയിൽ ചെന്ന് അവിടുത്തെ ക്ഷേത്ര ഉടമയായിട്ട് സംഭാഷണത്തിലേർപ്പെടുന്നു. അന്ന് ഗാന്ധി പറയുന്നൊരു ഉത്തരത്തിൽ ഇതിൻ്റെ ഒരു പ്രശ്നം കിടക്കും. ഗാന്ധിയോട് അദ്ദേഹം ആക്കുടിച്ചു. ഗാന്ധി വീട്ടിൽ കയറ്റിയില്ല. ഈ ബ്രാഹ്മണ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ആൾക്കാർ ഈ സദസ്സിൽ നിന്നൊക്കെ, ഞാനിങ്ങനെ സംസാരിക്കുന്നത് സദസ്സിൽ, ഞങ്ങൾ ഈ ബ്രാഹ്മണരെ ഇങ്ങനെ കുറ്റം പറയുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ബ്രാഹ്മണരെ കുറ്റം പറയണമെങ്കിൽ കുറ്റം പറയുക തന്നെ ചെയ്യും. അതായത് ഒരു തർക്കവും വേണ്ട. കുറ്റം പറയണം. നമ്മൾ കാണിച്ച ശരിയായില്ല എന്ന് തന്നെ പറയണം. എന്ത് പറഞ്ഞാൽ കുഴപ്പമില്ല, ആകാശിടിച്ചു. അപ്പോൾ അന്ന് ഇവരെന്താ വീട്ടിൽ കയറ്റ, ഗാന്ധിയെപ്പോലെ അന്താരാഷ്ട്ര പ്രസിദ്ധനായൊരു മനുഷ്യനെ സ്വന്തം വീട്ടിൽ കയറ്റാതിരുന്ന എന്തുകൊണ്ടാണ്? അതിനകത്ത് ജീവിക്കുന്നവർ അത്രമേൽ സങ്കുചിതരായതുകൊണ്ടാണ്. നമ്മൾ എന്തുകൊണ്ടാണ് പറയാത്തത്? അവരുടെ മനുഷ്യസങ്കല്പം മനുഷ്യവിരുദ്ധമാണ് എന്ന് നമുക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ പുള്ളിയോട് പറയും മുറ്റത്തിരുന്നോളാൻ പറഞ്ഞു. ഗാന്ധി പിന്നെ ജാതിയിലും മനുസ്മൃതിയിലും ഒക്കെ വിശ്വസിക്കുന്ന പുള്ളി മുറ്റത്ത് തന്നെ ഇരുന്നു. ഗാന്ധിയുടെ അദ്ദേഹം, നിങ്ങളൊരു ഹിന്ദുവാണോ? ഗാന്ധി പറഞ്ഞു, ഞാനൊരു സനാതന ഹിന്ദുവാണ്. ഗാന്ധിയുടെ ഈ സമരത്തിലെ പ്രതിനിധാനം ഒരു സനാതന ഹിന്ദുവിൻ്റെ പ്രതിനിധാനമാണ്. നമ്മളങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഗാന്ധി എന്ന വ്യക്തിയല്ല. ഇന്നിപ്പോൾ ഇന്ത്യയെ അടക്കി ഭരിക്കുന്ന അനേകായിരം കൂട്ടക്കൊലകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഹിന്ദുത്വത്തിൻ്റെ ഒരു പ്രാതിനിധ്യമാണ് അവിടെ പ്രയോഗിച്ചത് എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതെ, ഞാനൊരു ഹിന്ദുവാണ്, സനാതന ഹിന്ദുവാണ് എന്ന് പറഞ്ഞു. ഈ സനാതന ഹിന്ദു ആണെന്ന് പറയുന്ന ഗാന്ധി, സനാതന ഹിന്ദുത്വമാണ് നമ്മൾ ഇനി ഒന്ന് പരിശോധിക്കുക. എന്താണ് ഈ സനാതന ഹിന്ദുത്വം എന്ന് പറയുന്നത്? സനാതന ഹിന്ദു ലോകത്തെ എങ്ങനെയാണ് കാണുന്നത്? സനാതന ഹിന്ദുവിൻ്റെ മനുഷ്യ സങ്കല്പം എന്താണ്? മനുഷ്യ ബന്ധങ്ങളെക്കുറിച്ച് സനാതന ഹിന്ദു എന്താണ് കരുതുന്നത്? ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ഈ സനാതന ഹിന്ദുത്വം എങ്ങനെയാണ് നമ്മുടെ സാമൂഹിക പുരോഗതിയെ, മനുഷ്യൻ്റെ പുരോഗതിയെ തടഞ്ഞു നിർത്തുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടും. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഇന്ത്യയിലെ മനുഷ്യ സങ്കല്പത്തിനകത്ത് ഇഗാലിറ്റേറിയൻ സങ്കല്പമില്ല എന്നതാണ്. എന്നൊരു സമഭാവനയുള്ളൊരു മനുഷ്യ സങ്കല്പം ഇന്ത്യക്കില്ല. മനുഷ്യർ ജന്മനാ തന്നെ തുല്യരല്ല എന്ന് കരുതുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഈ ഹിന്ദു വിശ്വാസ പ്രമാണത്തിൽ എവിടെയെങ്കിലും എല്ലാ മനുഷ്യരും ജന്മം കൊണ്ട് തുല്യരാണെന്ന് പറയുന്നുണ്ടോ? ഇപ്പം നമ്മുടെ അണ്ണന്മാരൊക്കെ എല്ലാം ശരിയാണ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. രാമായണവും ശരിയാണ്, ഭരണഘടനയും ശരിയാണ്, മാർക്സും ശരിയാണ്, ഗാന്ധി ശരിയാണ്, കൂടെ അംബേദ്കറും ശരിയാണെന്നാണ് പറഞ്ഞത്. ഈ ശരിയെല്ലാം പറയുന്നവരോട് നമ്മളൊരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. എവിടെയെങ്കിലും രാമായണത്തിലാവട്ടെ, മഹാഭാരതത്തിലാവട്ടെ, വേദങ്ങളിലാവട്ടെ, ബാക്കിയുള്ള ഇതിഹാസങ്ങളിലാവട്ടെ, പുരാണങ്ങളിലാവട്ടെ, മനുഷ്യർ ജന്മനാ തുല്യരാണ്. ആത്മം തുല്യമാണെന്ന് പറയും, ആത്മാവ് അത് വേറെ കാര്യം. ബ്രഹ്മം തുല്യമാണെന്ന് പറയും, തത്വമസി അത് നീയാകുന്നു എന്നും പറയും. ഇതൊക്കെ പറയുമായിരിക്കും. മനുഷ്യൻ തുല്യരാണെന്ന് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് മാത്രം പറയുന്നു ആണ് കാര്യം. അപ്പോൾ ഒരു ഇഗാലിറ്റേറിയൻ മനുഷ്യസങ്കല്പം നമുക്കില്ല. അതുകൊണ്ട് മനുഷ്യാവകാശം എന്നത് ഗാന്ധി ഒരു സനാതന ഹിന്ദു ആയതുകൊണ്ട് തന്നെ അവകാശം എന്നൊരു വാക്കിനെ അദ്ദേഹം തത്വചിന്താപരമായി തന്നെ ബഹിഷ്കരിക്കുന്നു. ഈ ഗാന്ധി സാഹിത്യം കണ്ടാൽ തന്നെ നമ്മൾ പുറകോട്ട് മറിഞ്ഞു. അത്ര എണ്ണമുണ്ട്. ഇങ്ങനെ നേരത്തെ ഒരു ലൈബ്രറി മുഴുവൻ വേണേൽ വെക്കാൻ കാണും. അതിനകത്ത് ഒരെണ്ണത്തിൽ പോലും അവകാശം എന്നൊരു വാക്കില്ല. അവകാശം എന്നൊരു വാക്കില്ല. അതിനകത്തെല്ലാം ഉത്തരവാദിത്വം എന്ന വാക്കായി ഡ്യൂട്ടി. എല്ലാ മനുഷ്യരും അവരുടെ ഡ്യൂട്ടി നിറവേറ്റണം.
അതിലൂടെ സമൂഹം സ്വച്ഛന്തമായി ജീവിക്കുമെന്നുള്ള ഒരു സങ്കല്പമാണ് സനാതന ഹിന്ദുത്വ സങ്കല്പമായി നമുക്കുള്ളത്. അങ്ങനെ അതുകൊണ്ട് തന്നെ പോലെയാണ് അത്. പൂജ ചെയ്യുന്നവൻ പൂജ ചെയ്യുന്നു, മനുഷ്യ മലം കോരുന്നവൻ മലം കോരുന്നു. മലം കോരുന്നത് മോശമെന്ന് എന്തിനാണ് നമ്മൾ വിചാരിക്കുന്നതെന്നാണ് ഗാന്ധി ചോദിക്കുന്നത്. ഉത്തരം മുട്ടിപ്പോവുള്ളൂ മനുഷ്യർക്ക്. കാരണം ഇത്രയും വെളിവുകേട് പറഞ്ഞാൽ പിന്നെ ഉത്തരം മുട്ടുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അദ്ദേഹം തിരുവിതാംകൂർ രാജ്ഞിയോട് പറഞ്ഞത്രേ, എന്നെ നിങ്ങൾ ഭംഗി എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ തോട്ടി എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞെന്നാണ് ശിവഗിരിയിൽ വന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഗാന്ധിക്ക് എളുപ്പമാണ്, മനുഷ്യമലം കോരണ്ടല്ലോ, പിന്നെ തോട്ടി എന്ന് വിളിച്ചാലും പുള്ളിക്ക് ബുദ്ധിമുട്ടില്ല. യഥാർത്ഥ തോട്ടിയുടെ പ്രശ്നമൊന്നല്ലെന്ന്. അവൻ മലം കോരിയില്ല, അവനെ തല്ലി കോരിക്കും, കോരാന്ന് പറയും. ഇവിടെ ആ പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ സനാതന ഹിന്ദു ധർമ്മത്തിനകത്ത് ഐത്തം പാലിക്കാനും അവരെ മാറ്റി നിർത്തുവാനും അവർ കുറഞ്ഞവരാണെന്ന് കരുതുവാനും തത്വചിന്താപരമായി തന്നെ അടിസ്ഥാനമുണ്ട്. ഈ അടിസ്ഥാനത്തിലാണ് വൈക്കത്തെ ബ്രാഹ്മണ സമൂഹം ഇവരെ വഴി നടക്കാൻ അനുവദിക്കാതിരുന്നത്. അപ്പോൾ ഈ അവകാശത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നെങ്കിലും രണ്ടാമത്തെ ഘട്ടമാകുമ്പോൾ ഗാന്ധി രംഗപ്രവേശം ചെയ്യുന്നതോടെ അവകാശമെന്നത് സെൽഫ് പ്യൂരിഫിക്കേഷൻ്റെ കാര്യമായും മാറുകയാണ്. അങ്ങനെയാണ് ഇണ്ടന്തുരുത്തി മനയിലേക്ക് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി വേണം ഇത് നടക്കാൻ എന്ന് പറഞ്ഞാൽ വെറുതെ അനുവാദമല്ല. അയാൾ സ്വയം റിഫൈൻഡ് ആവുക, അയാൾ പ്യൂരിഫൈ ചെയ്യുക. ആ ബ്രാഹ്മണൻ അദ്ദേഹം പ്യൂരിഫൈ ചെയ്ത് ആത്മനവീകരണത്തിലൂടെ എല്ലാവരും നടക്കേണ്ടതാണെന്ന് ബോധ്യപ്പെട്ട് നമ്മളെ നടത്തുമ്പോഴാണ് ലോകം ശരിയാകുന്നത് എന്ന സനാതന ഹിന്ദു ധർമ്മ ബോധമാണ് ഗാന്ധിയെ അങ്ങോട്ട് നയിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അതാണ് ഗാന്ധി എന്ന വ്യക്തിയുടെ പ്രശ്നമല്ലത്. ഞാൻ സനാതന ഹിന്ദു ആയാലും ഇതൊക്കെ തന്നെ പറയുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ഗാന്ധി എന്തോ കുഴപ്പം പിടിച്ച ആളാണ്. അത് ഈ പൗരാവകാശം എന്ന നില വിട്ടിട്ട് ഹിന്ദുക്കളുടെ ആഭ്യന്തര കാര്യമാവുകയും ഉയർന്ന ജാതി സമൂഹങ്ങൾ എന്ന് കരുതുന്നവരുടെ ഉദാരതയിൽ ജീവിക്കേണ്ടവരാണ് കീഴാള സമൂഹങ്ങൾ എന്നുള്ള ഒരു സങ്കല്പത്തിലേക്കാണ് വൈക്കം സത്യാഗ്രഹം കേരളത്തെ കൊണ്ടെത്തിച്ചത്. അതായത് കേരളത്തിലെ ഉന്നത കുലജാതരെന്ന് കരുതുന്ന മനുഷ്യരുടെ ഉദാരതയിലാണ് ദളിതരുടെയും പിന്നോക്കക്കാരുടെയും ഒക്കെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന റിവേഴ്സ് ഗിയറിലുള്ള ഒരു കാര്യത്തിലാണ്, ഒരു നിഗമനത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നത്. അതുകൊണ്ട് ഇപ്പോഴും കേരളം വിചാരിക്കുന്നത് എല്ലാവർക്കും വേണ്ടി വാദിക്കുന്ന സവർണരുണ്ടാവണമെന്നാണ്. ഈ ആഗ്രഹത്തിന് പിന്നെ ഇങ്ങനൊരു ചരിത്രമുണ്ടായിരുന്നു. വെറുതെ ആഗ്രഹിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഈ പൊതുമണ്ഡലങ്ങളിൽ ഈ ദളിതരിൽ നിന്ന് ജയിക്കാത്തത്. വെറുതെ ജയിക്കാത്തതല്ല, അവർക്ക് എല്ലാവരെയും പ്രതിനിധാനം ചെയ്യാൻ കഴിയുമെന്ന് മലയാളി വിചാരിക്കുന്നില്ലെന്നേ. എല്ലാവരെയും പ്രതിനിധാനം ചെയ്യാൻ കഴിയുന്ന ആർക്കാ? ഉദാരവാനായ സവർണനാണ്. ഈ ഒരു ബോധം മലയാളി സമൂഹത്തിൽ ഒരട്ടിമറിയിലൂടെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വൈക്കം സത്യാഗ്രഹം നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ടൊരു പാഠം. അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ഈ വിഷയത്തെ, അതായത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പൗരാവകാശ പ്രക്ഷോഭത്തിൻ്റെ സാധ്യതകളെ, അന്ന് ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യങ്ങളെ വീണ്ടെടുക്കുന്ന വിധമുള്ള ഒരു ആഖ്യാനം, അതിൽ കേന്ദ്രമായിരിക്കേണ്ടത് കേരളത്തിലെ ഒരു നേതാവുമല്ല, തീർച്ചയായും അത് EV രാമസ്വാമി നായ്ക്കരാണ്. അദ്ദേഹമാണ് തിരിച്ചു പിടിച്ചത്, പൗരാവകാശ പ്രക്ഷോഭമാക്കി പുനഃസ്ഥാപിച്ചത്. അപ്പോഴും ഗാന്ധിയെ മറികടന്ന് പോകാൻ കഴിയാതിരുന്നതുകൊണ്ട് പല സ്ഥലത്തും യങ് ഇന്ത്യയിൽ ഗാന്ധി എഴുതി. ജോർജ് ജോസഫ് ഏറ്റവും അവസാനം വസ്തുത മനസ്സിലാക്കി, അതായത് ഇത് ഹിന്ദുക്കളുടെ ആഭ്യന്തര കാര്യമാണ് എന്ന വസ്തുത മനസ്സിലാക്കി ക്ഷമാപൂർവം അദ്ദേഹം പിന്മാറുകയുണ്ടായി എന്ന് ഗാന്ധി എഴുതുന്നുണ്ട്. അതിന് മറുപടി ജോർജ് ജോസഫ് പറയുന്നുണ്ട്, ഞാനൊരു ക്ഷമയും ഗാന്ധിയോട് ചോദിച്ചിട്ടില്ല, ഞാനിപ്പോഴും തെറ്റ് ചെയ്തതായിട്ട് വിചാരിക്കുന്നുമില്ലെന്നാണ് പറയുന്നത്. ഇവർക്കാർക്കും കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഗുജറാത്ത് വരെ പോകുന്ന ഗാന്ധിയെ കാണാൻ, ഗുജറാത്തിൽ ചെന്ന് ഗാന്ധിയോട് സംസാരിക്കുന്നുണ്ട്.
താങ്കൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് പറയുന്നത് ഗാന്ധിയോട്. ഗാന്ധി അപ്പോൾ വിചിത്രമായ യുക്തികളൊക്കെ പറഞ്ഞ് സ്വന്തം നിലപാട് ന്യായീകരിക്കും. ഏറ്റവും അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. അത് വൈക്കത്തിന് മുമ്പ് വിപ്ലവം നടന്നല്ലോ, കാര്യങ്ങളെല്ലാം റെഡിയായി. പിന്നെ ഇപ്പോൾ അവിടെ അവശേഷിക്കുന്ന ഒരേ ഒരു കാര്യം ജാതിത്താലമാണ്. അതും കൂടി അവസാനിപ്പിച്ചാൽ സംഭവം ശരിയായെന്നാണ് ചില ജാതി സംഘടനകളുടെ പുതിയ കണ്ടുപിടുത്തം. ഇതൊക്കെ വെറുതെ ശുദ്ധ നുണകളും അബദ്ധങ്ങളുമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. ഈ ജാതിത്താലം എടുക്കണമെന്ന് ദേവസ്വം ബോർഡ് ഉത്തരവൊന്നും ഇറക്കിയിട്ടില്ല. വൈക്കം ക്ഷേത്ര കമ്മിറ്റി ഉത്തരവിറക്കിയിട്ടില്ല. വൈക്കം ക്ഷേത്രത്തിൻ്റെ ഊരായ്മ കുടുംബവും ഉത്തരവിറക്കിയിട്ടില്ല. ഇതവിടെ ചെന്ന് മേടിച്ചെടുക്കുക. അവിടെ ചെന്ന്, അതായത് ഈ കൊലവാഴ പുറപ്പാടെന്ന് പറയുന്നൊരു പുറപ്പാട്, ആ പുറപ്പാട് ഞങ്ങൾക്കൂടി നടത്തണം. അപ്പോൾ എല്ലാവരും വാഴക്കൊലയായിട്ട് വന്നാൽ ശരിയായില്ല എന്ന് വൈക്കംകാർ ക്ഷേത്രത്തിലുള്ള എല്ലാവരും വരില്ല, അത് നായന്മാർ കൊണ്ടുവന്നാൽ നിങ്ങളൊരു കാര്യം താലം എടുത്തോളാം. പിന്നെ ഇവർ മത്സരിച്ച് താലം എടുക്കുക. അതിനിപ്പോൾ ആർക്കെതിരെയാണ് സമരം ചെയ്യേണ്ടത്? സ്വന്തം ആത്മാവിനെതിരെയാണ് സമരം ചെയ്യേണ്ടത്, സ്വന്തം ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ പുലയർ നാളെ തീരുമാനം, ഞങ്ങൾ ഈ നാണം കെട്ട പരിപാടിക്ക് ഇല്ലെന്നങ്ങ് തീരുമാനിച്ചാൽ തീരുന്ന കാര്യം ഈ ജാതിത്താലത്തിലുള്ളൂ. അവിടുത്തെ മുക്കുവർ തീരുമാനിക്കണം ഞങ്ങൾ ഈ പണിക്കില്ല, അന്ന് നിങ്ങൾ തന്നെ മൊത്തം അങ്ങ് എടുത്തു. ഈ വൈക്കത്തപ്പൻ്റെ പ്രഭ പോകുമെന്നാണല്ലോ പറഞ്ഞു. ഈ പുലയനും പറയനും ഉള്ളാടനമൊക്കെ കയറിയാൽ പ്രഭ പോകുന്നതാണ്. വൈക്കത്തപ്പൻ യഥാർത്ഥ പ്രഭയുണ്ടായത് ഇവർ കയറിയതിന് ശേഷം എന്നുള്ളതാണ് സത്യം. സ്വർണ്ണക്കൊടിമരായി, വലിയ നടവരമായി, ഇപ്പോൾ വലിയ കുശാല, കാര്യങ്ങൾ വളരെ മെച്ചമാണ്. അപ്പോൾ ഇതൊന്നും അല്ല യാത്ര. വൈക്കം ക്ഷേത്രം, വൈക്കത്ത് 100 കൊല്ലം കൊണ്ടായ ഒരു മാറ്റമുണ്ട്. സംക്ഷിപ്തമായി പറയാം, ഈഴവരുടെ കുലത്തൊഴിൽ അന്ന് ചെത്തായിരുന്നു. അന്ന് ഈഴവരല്ലാത്ത ഒരാളെയും ചെത്താൻ അവരെ അനുവദിച്ചിരുന്നില്ല. ഇന്നതല്ല സ്ഥിതി. ചെത്താർക്കും പിടിക്കാം, ചെത്തറിയാവുന്ന ആർക്കും തെങ്ങി ചെത്താം, കള്ളെടുക്കാം, ഷാപ്പിൽ കൊണ്ട് വിൽക്കാം. എന്ന് പറഞ്ഞാൽ ആ തൊഴിൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു. എല്ലാ ജാതികൾക്കും പങ്കെടുക്കാവുന്ന ഒരു തൊഴിലിടമായി കള്ള് ചെത്ത് മാറിയിട്ടുണ്ട്. കള്ള് ചെത്തണോ കുടിക്കണോ അതൊക്കെ വേറെ കാര്യമാണ്. പുലയരുടെ പ്രധാനപ്പെട്ട തൊഴിൽ മേഖല കൃഷിപ്പണിയാണ്. ഇന്ന് കാർഷിക വൃത്തിയിൽ ഏർപ്പെടാൻ താല്പര്യമുള്ള വ്യക്തികളല്ലെന്നേ. ഇപ്പോൾ പഴയ USSRന്റെ ഫോട്ടോ കാണുന്ന പോലെ മുഴുവൻ മെഷീനാണ്. കൊയ്യുന്നതും മെതിക്കുന്നതും എല്ലാം മെഷീനായിട്ടുണ്ട്, കിളയ്ക്കുന്നതും എല്ലാം. അപ്പോൾ അതും ആ തൊഴിലും ജനാധിപത്യവൽക്കരിക്കും. മീൻപിടുത്തം പണ്ട് മുക്കോര് മാത്രം ചെയ്തുകൊണ്ടിരുന്ന പണി ഇന്ന് മീൻപിടുത്തം മുക്കോര് മാത്രമാണോ ചെയ്യുന്നത്? മീൻ പിടിക്കാൻ അറിയാവുന്ന എല്ലാവർക്കും വേമ്പനായിട്ട് കയറി പോയി മീൻ പിടിക്കുക. ആരും അവിടെ തടയുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, അത് വൈക്കം ക്ഷേത്രം. 1924 മലയാളി ബ്രാഹ്മണനാണ് അവിടെ പൂജ നടത്തിയത്. 2024 അവർ തന്നെ നടത്തും. ഇത് ചോദ്യം ചെയ്യാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോയെന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഈ ദേവസ്വം ബോർഡ് എന്തിനാണെന്ന് ദേവസ്വം ബോർഡ് പറയുന്നത് മലയാളി ബ്രാഹ്മണർ മാത്രം അപേക്ഷിച്ചാൽ മതിയെന്ന്. ഇത് എന്ത് ജനാധിപത്യമാണ്, എന്ത് മതേതരത്വം അവർ പറയുന്നത്? അതുകൊണ്ട് പൂജ അറിയാവുന്ന മുഴുവൻ ആൾക്കാർക്കും വൈക്കം ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ അവകാശമുണ്ട് എന്ന സ്ലോഗനാണ് നമ്മൾ ഉയർത്തേണ്ടത്. ഒന്ന്, EVR പറഞ്ഞതുപോലെ പൂജ ചെയ്ത് മോക്ഷം നേടാനൊന്നുമല്ല, നിങ്ങൾക്ക് പറ്റിയല്ല ഞങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഈ വൈക്കം ക്ഷേത്രത്തിൽ കിഴക്കൻ നടയുടെ പുറത്തൊരു ചെറിയൊരു കുടിൽ പോലൊരു സാധനം, നാമം ജപിക്കാനുള്ളൊരു സംഭവം. പൂണിലിട്ടൊരു മാത്രമേ അതിനകത്ത് കയറി പിന്നെ നാമം ജപിക്കാൻ പറ്റുള്ളൂ. അതെന്താ? അപ്പം അത് പറ്റത്തില്ല. നാമം ജപിക്കാൻ അറിയാവുന്ന മുഴുവൻ ആൾക്കാർക്ക് അവിടെ കയറാൻ അവകാശമുണ്ട്, അത് കയറണം. അപ്പം ഇതിങ്ങനെ ഒട്ടും ജനാധിപത്യവൽക്കരിക്കപ്പെടാതെ നിൽക്കുന്ന ഒരേ ഒരു സ്ഥലം വൈക്കം ക്ഷേത്രമാണ്. അതിന് ചുക്കാൻ പിടിക്കുന്നത് അവിടുത്തെ ബ്രാഹ്മണ സമൂഹമാണ്. അതുകൊണ്ട് അവർ മാറാൻ തയ്യാറാവണം എന്ന വളരെ വ്യക്തമായിട്ടുള്ള ഡിമാൻഡ് നമുക്ക് റേസ് ചെയ്തേ പറ്റൂ. പണ്ട് ക്ഷേത്രത്തിൽ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി മണിയടിച്ച P. കൃഷ്ണപിള്ള ഒരു കഥ പറഞ്ഞു കേട്ടിരുന്നു. പുള്ളി മണിയടിച്ചപ്പോൾ കുറേ നായന്മാർ വന്ന് പുള്ളി ഇതില്ലേ, നായന്മാരാണല്ലോ, നായന്മാർ ബ്രാഹ്മണരല്ലോ തല്ലുന്നത്, ബ്രാഹ്മണർക്ക് വേണ്ടി നായന്മാരാണ് അടിയുണ്ടാക്കുന്നത്. കാരണം അവർ ആണ് ശൂദ്ര പടയാളികളാണ്. അപ്പോൾ
കൃഷ്ണപിള്ള പറഞ്ഞത്ര അന്തസ്സുള്ള നായരും മണിയടിക്കും, ഇലനക്കി നായർ അവൻ്റെ പുറത്തടിക്കും എന്ന് പറയുന്നു. എന്ന് പറയുന്ന പോലെ ഈ വൈക്കം ക്ഷേത്രത്തിലെ ഫ്രണ്ടിലുള്ള കിഴക്കേ നടയിലുള്ള അവിടെ ഈ പൂണൂലിട്ടോ മാത്രം കയറുന്ന അകത്ത് കയറി നാമം ജപിക്കാൻ അറിയാവുന്ന 10 പേര് കയറി അത് നടത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ ദൈത്തമില്ലാതാക്കാനുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥയായിരുന്നില്ല. ഞങ്ങൾ കുളം വേറെ കുത്താന്നാ ഏത് പൂജാരിമാർക്ക് തീണ്ടലുണ്ടാകാതിരിക്കുക ഞങ്ങൾ വേറെ കുളം കുത്താന്നാണ്. അല്ലാണ്ട് ഈ കുളത്തിൽ അശുദ്ധി ഇല്ല എന്നല്ല പറയുന്നത്. വേറെ കുളം കുത്താം, വേറെ വാതിലുണ്ടാക്കാം. ഇത്രയും വിചിത്രമായ കാര്യങ്ങൾ. അതിൻ്റെ ബാക്കി പത്രമാണ് ഈ മാറാതെ നിൽക്കുന്ന ഈ മനുഷ്യർ. ഈ മാറാതെ നിൽക്കുന്നവർ വൈക്കത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്നവർ. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് വൈക്കം ഒരു ദരിദ്ര പട്ടണമാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ താലൂക്കുകളിലൊന്നാണ്. ബാക്കി എല്ലാ താലൂക്കും വികസിച്ചു, വൈക്കം മാത്രം വികസിക്കുന്നില്ല. പടിഞ്ഞാറ് വശത്തെ കായലുള്ളത് കൊണ്ടൊന്നുമല്ല. ശരിക്കും ഇപ്പോൾ നമ്മുടെ ഈ റെയിൽവേ ലൈൻ, ഈ തൃപ്പൂണിത്തുറയിൽ കൂടി പോകുന്ന റെയിൽവേ ലൈൻ വൈക്കം വഴി പോകാൻ തീരുമാനിച്ചതാണ്. അന്ന് ഈ പട്ടന്മാരുടെ 2 സഭകളുണ്ട്, പടയാർ സമൂഹവും വൈക്കം സമൂഹവും. ഈ 2 സമൂഹവും ഓരോ പ്രമേയം പാസ്സാക്കിയിട്ട് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ട് കൊണ്ടുവരരുത്, കണ്ട പുലേനും പറയാനല്ല ഇവിടെ വന്നിറങ്ങി വൈക്കം അശുദ്ധമാക്കുമെന്ന് പ്രമേയം പാസ്സാക്കിയ മന്ദബുദ്ധികളാണ് ഈ പട്ടന്മാരെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവർ മാറിയേ പറ്റൂ. സമൂഹത്തിൻ്റെ പുരോഗതി പോട്ടെ, നാടിൻ്റെ പുരോഗതിക്ക് അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കൂടുതൽ ഇവർ മാറാൻ തയ്യാറായില്ലെങ്കിൽ സർ CP യോട് പറഞ്ഞതുപോലെയൊക്കെ ചിലപ്പോൾ കേരളം ഒരുപക്ഷെ പറഞ്ഞെന്ന് വരും. പട്ടന്മാർ വിട്ടുപോകാൻ ഒക്കെ പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് നാടിൻ്റെ പുരോഗതിയെ മാനിച്ചും സമൂഹത്തിൻ്റെ പുരോഗതിയെ മാനിച്ചും ഈ സമൂഹം, നമ്മളൊരു ഫാസിസ്റ്റ് മുദ്രാവാക്യം ഉയർത്താതെ തന്നെ ഈ സമൂഹം സ്വയം മാറുകയും മാറിയ സമൂഹത്തെ ഉൾക്കൊള്ളുകയും എല്ലാവരുടെ അവകാശം അംഗീകരിക്കുന്നൊരു സമൂഹമായി മാറുകയും. അതുകൊണ്ട് അവിടുത്തെ ഏറ്റവും കീഴ്ത്തട്ട് വിഭാഗങ്ങൾ അല്ല മാറാത്തത്. യഥാർത്ഥത്തിൽ മാറാത്തത് നമ്മൾ ആദരപൂർവ്വം പറയുന്ന ബ്രാഹ്മണർ തന്നെയാണെന്നുള്ളതാണ് വൈക്കം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട പാഠം. അത് തിരുത്താൻ കേരളത്തിൽ ഒരു പുതിയൊരു സമൂഹവും പൗരത്വത്തിൽ അധിഷ്ഠിതമായ പുതിയ ആർഗ്യുമെൻറ്റുകളും കേരളത്തിൽ പ്ലേസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതല്ലാതെ വൈക്കത്ത് ഓൾറെഡി വിപ്ലവം നടന്നു കഴിഞ്ഞു എന്നുള്ള അബദ്ധധാരണകളും വൈക്കത്തു നിന്നല്ല കേരളത്തിൽ ഒരു കാര്യവും നടന്നിട്ടില്ല എന്നുള്ള ധാരണകളുമൊക്കെ മാറ്റിവെച്ച് കൂടുതൽ സംവാദാത്മകമായി കൂടുതൽ തുറന്ന മനസ്സോടുകൂടി ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും ഏറ്റെടുക്കുവാനും ഒരു പബ്ലിക് ആക്ഷനിലേക്ക് വരുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതാണ് കേരളത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റായി മാറുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.